രാജ്യത്ത് വീണ്ടും ഒരു സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ പരമോന്നത പീഠമായിട്ടുള്ള സുപ്രീം കോടതി. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഹൈന്ദവ തീർത്ഥാടന യാത്രയായ കൻവർ യാത്ര നടക്കുന്ന ഇടങ്ങളിൽ ഹോട്ടലുകളും മറ്റു കടകളും നടത്തുന്നവർ അവരുടെ പേര് വിവരം കൂടി അവിടെ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിൻ്റെയും ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെയും ആ ഉത്തരവാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ, ജാർഖണ്ഡ്, അതേപോലെ തന്നെ ഛത്തീസ്ഗഡ്, ഒഡീഷ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് തുടങ്ങിയ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നായി ഓരോ വർഷവും ഏകദേശം 15 ദശലക്ഷത്തോളം തീർത്ഥാടകർ ഹരിദ്വാറിലേക്ക് വന്നെത്തി അവിടെ നടത്തിയിരുന്ന ഇന്ത്യയിലെ ഒരു വാർഷിക മതസമ്മേളനമാണിത്. ഇങ്ങനെ കിലോമീറ്ററുകൾ താണ്ടിയുള്ള ഈ കൻവർ യാത്ര അത് പോകുന്ന ഇരുവശങ്ങളിലും കടകൾ നടത്തുന്നവരുടെയും ജീവനക്കാരുടെയും പേര് വിവരങ്ങൾ അത് പ്രദർശിപ്പിക്കണമെന്നുള്ളത് സമൂഹത്തിൽ ജാതി മത വിദ്വേഷം പകരുവാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നതാണ് ജസ്റ്റിസുമാരായിട്ടുള്ള ഋഷികേശ് റോയിയും SNV ഭട്ടിയും പറഞ്ഞത്. നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു തീർത്ഥാടനമാണിത്. മുൻപൊരിക്കലും ഇങ്ങനെയൊരു ഏർപ്പാട് ഇവിടെ ഉണ്ടായിട്ടുമില്ല. മാത്രമല്ല, സർക്കാർ പുറപ്പെടുവിച്ച ആ പേര് തീരുമാനം അത് മുസ്ലിങ്ങൾക്കും ദളിതർക്കുമാണ് ദോഷം ചെയ്യുക എന്നും മുസ്ലിങ്ങളുടെ കട തിരഞ്ഞെടുത്ത് അത് ബഹിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ ദളിതർക്ക് നേരെയുള്ള അതിക്രമം ഏറെ നടക്കുന്ന ഒരിടം എന്ന നിലയിൽ അവരെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മാത്രമല്ല, കേരളത്തിൽ നല്ല ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും ഒരു മുസ്ലിം നടത്തുന്ന വെജിറ്റേറിയൻ ഹോട്ടലിനെ കുറിച്ചും ജഡ്ജി അവിടെ പരാമർശിക്കുകയുണ്ടായി. കൊച്ചിയിൽ താൻ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ പോയി ഭക്ഷണം കഴിച്ചിരുന്ന ആ അന്നത്തെ അനുഭവങ്ങളും അദ്ദേഹം അവിടെ പങ്കുവച്ചു. വിശുദ്ധ ജലം കൊണ്ടുപോകുന്ന ഒരു ഉപകരണത്തെയാണല്ലോ കൻവർ എന്ന് വിളിക്കുന്നത്. ശിവഭക്തരുടെ വാർഷിക തീർത്ഥാടനം എന്ന രീതിയിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഹരിദ്വാർ, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കെത്തി ഗംഗാനദിയിൽ നിന്ന് പുണ്യജലം കൊണ്ടുവന്ന് പ്രാദേശിക ശിവക്ഷേത്രങ്ങളിലോ അതേപോലെ പ്രസിദ്ധമായിട്ടുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ സമർപ്പിക്കുന്ന ഈ തീർത്ഥാടനത്തിൽ 1980 വരെ സന്യാസിമാരും അതേപോലെ പ്രായമായവരും മാത്രമാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ ഈ കാലയളവിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഓരോ വർഷവും തീർത്ഥാടനത്തിനായി എത്തിച്ചേരുമ്പോൾ അവർക്കായി തയ്യാറാക്കുന്ന കടകളെ ലക്ഷ്യമാക്കി മുസാഫർ പോലീസാണ് ആദ്യം ഇങ്ങനെ പേര് പ്രദർശനം ഉത്തരവ് പുറപ്പെടുവിച്ചതെങ്കിലും പിന്നാലെ UP ഗവൺമെന്റും ഈ ഉത്തരവ് ഇറക്കുകയായിരുന്നു. അതിന് ഗവൺമെന്റിന്റെ വിശദീകരണം തീർത്ഥാടകരുടെ സുരക്ഷയെയും ആചാരങ്ങളെയും മുൻനിർത്തി എന്നാണ്. ഏതായാലും ഇന്നുവരെയില്ലാത്ത ഈ പുതിയ ഉത്തരവ് അത് സ്റ്റേ ചെയ്ത സുപ്രീം കോടതിക്ക് ഇപ്പോൾ അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് നടക്കുന്നത്.